ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൊത്തം 3 വീഡിയോ ആണ് ഇടുന്നത്. ഒരു വീഡിയോ ദശരഥ മഹാരാജാവിന് ലഭിച്ച ഒരു ശാപത്തെ പറ്റിയും, രണ്ടാമത്തെ വീഡിയോ ശംഭരാസുര വധം, അതിലൂടെ കൈകേയി ദശരഥനിൽ നിന്നും വരം നേടി, അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തും. പിന്നെ നമ്മളിടുന്നത് ഏകാദശി പാരണാസമയം, എല്ലാ രാജ്യങ്ങളിലെയും ഏകാദശി പാരണാസമയം കൂടി ഇട്ട് ഇന്ന് 3 വീഡിയോ ആണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ഇട്ടിരിക്കുന്നത്. എല്ലാവരും കാണണം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് നമ്മളിടുന്ന വീഡിയോകളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്ന ബട്ടൺ അമർത്തുകയും ചെയ്താൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അതിലൂടെ ഞാൻ ഈ ലിങ്ക് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് കിട്ടും. നാളെ മുതൽ നമ്മൾ രാമായണം, രാമൻ്റെ ജനനം മുതൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കഥകൾ, രാമൻ്റെ ജീവചരിത്രം, ഈ കഥകളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ശംഭരാസുര വധം. ദശരഥൻ നീതിമാനായ രാജാവായിരുന്നു. അദ്ദേഹം അയോധ്യ നഗരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശംബരൻ എന്ന അസുരനുണ്ടായിരുന്നു. ആ അസുരൻ എല്ലാ ദേവന്മാരുടെയും ശത്രുവായിരുന്നു. അമരാവതി ശംബരൻ കീഴടക്കി. അമരാവതി ഏതാണെന്നറിയാമോ? ഇന്ദ്രൻ്റെ രാജധാനിയാണ്. അമരാവതി കീഴടക്കിയതോടെ ദേവന്മാർക്ക് സ്വർഗത്തിൽ താമസിക്കാൻ പറ്റാതെയായി. ഇന്ദ്രദേവൻ ബ്രഹ്മാവിനോട് ഈ ആപത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടുമെന്ന് ആരാഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, രാജാ ദശരഥനെ കൂട്ടിക്കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ശംബരൻ മരിക്കും. അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ സ്വയം തന്നെ അയോധ്യ നഗരിയിൽ എത്തിച്ചേർന്നു. ദശരഥൻ ഇന്ദ്രനെ പൂജിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, ദശരഥ, അങ്ങ് എൻ്റെ മിത്രമാണ്, എനിക്ക് ആപത്തുണ്ടായിരിക്കുന്നു. ശംഭരാസുരൻ നിമിത്തം ദേവന്മാർക്ക് സ്വർഗഭൂമി ഉപേക്ഷിച്ചു പോകേണ്ട ഗതിയാണ് വന്നിരിക്കുന്നത്. അങ്ങ് സഹായിക്കണം. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ദേവന്മാർ രക്ഷപ്പെടട്ടെ എന്ന് ഇന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്. ഇത് കേട്ട് ദശരഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വന്ന് ശംഭരാസുരനെ വധിക്കാം, അങ്ങ് പൊയ്ക്കൊള്ളുക. ഇന്ദ്രൻ അത് കേട്ട് സമാശ്വസിച്ചു, തിരികെ പോയി. ദശരഥൻ ശംബരനുമായുള്ള യുദ്ധത്തിൽ തയ്യാറെടുത്തു. ആനകളും കുതിരകളും ആനക്കാരനും കുതിരക്കാരനും ഒരുങ്ങി, പെരുമ്പറയും ബാണവും എല്ലാം തയ്യാറായി. സൈനിക നീക്കം തുടങ്ങി. ശബ്ദം കൊണ്ട് ആകാശത്തിൽ ഇടിമുഴക്കമുണ്ടായി. തൊപ്പിയും പടച്ചട്ടയും അണിഞ്ഞ് വില്ലുവമ്പുമേന്തി ദശരഥൻ സാരഥി ഒരുക്കിയ ദിവ്യരഥത്തിൽ കയറി. ഇവിടെ സാരഥിയായിട്ട് പോയത് കൈകേയിയാണെന്നാണ് പറയുന്നത്. ശംബരനെ ജയിക്കാൻ പുറപ്പെട്ട ദശരഥനെ കണ്ട് ത്രിലോകവും നടുങ്ങി. തേരുകളും കുതിരകളും ആനകളും കാലാളുകളും കുതിച്ചു. അങ്ങനെ ശംബരനെ ദശരഥൻ എതിരിടാൻ തുടങ്ങുകയാണ്. ദശരഥൻ കോപം കൊണ്ട് വിറച്ചു. ദശരഥൻ്റെ ബാണങ്ങളേറ്റ് ശംബര സൈന്യം പ്രാണൻ വെടിഞ്ഞു. അപ്പോൾ അസുരനും കോടിക്കണക്കിന് അമ്പുകൾ അയച്ചു. ദശരഥൻ അപ്പോൾ ഗന്ധർവാസ്ത്രം അയച്ചു. അതിന് പ്രതിവിധിയില്ല. ഒരസ്ത്രം അയച്ചപ്പോൾ 3 കോടി ഗന്ധർവന്മാർ അസുരന്മാരെ നേരിട്ടു. ആ ഒരൊറ്റ അസ്ത്രം കൊണ്ട് അസുരസേന തകർന്നു. ശവങ്ങൾ രക്തത്തിൽ നനഞ്ഞു കിടന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി. ദശരഥനും ശംബരനും ശരമാരി ചൊരിഞ്ഞു. അമരാവതി ഉലഞ്ഞു. ഒന്നും കാണാനാകാതെ ഇരുൾ നിറഞ്ഞു. ആ സമയം ദശരഥ മഹാരാജാവിൻ്റെ തേർചക്രത്തിൻ്റെ ഒരക്കൗല് മാറിപ്പോയി. അങ്ങനെ തേര് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും ഇരുൾ നിറഞ്ഞ അവസ്ഥയും ഒരു നിമിഷം വന്നപ്പോൾ തേരാളിയായിരുന്ന കൈകേയി തേർത്തട്ടിൽ നിന്നും ഇറങ്ങുകയും തൻ്റെ വിരൽ ഉപയോഗിച്ച് ആ ആരക്കോല് വിട്ടുപോയ ഭാഗത്ത് തൻ്റെ വിരൽ ചേർത്തു വെച്ചുവെന്നും അങ്ങനെ രാജാവിന്
യുദ്ധം ചെയ്യാൻ കഴിഞ്ഞുവെന്നും പറയുന്നു. ആ സമയത്ത് രാജാവ് ശബ്ദഭേദി ബാണം പ്രയോഗിച്ചു. അഗ്നിനാളം പോലെ രാജാവിൻ്റെ ബാണം ചീറിപ്പാഞ്ഞു. ശംബരൻ്റെ ശിരസറ്റു. മനുഷ്യരൂപത്തിലാണ് ശംബരൻ മരിച്ചു വീണത്. ദേവന്മാർ തിരികെ വന്നു. ഇന്ദ്രൻ അവരോടൊത്ത് അമരാവതി വാണു. ദശരഥനോട് പറഞ്ഞു, രാജൻ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു, അങ്ങ് ചോദിക്കുന്ന വരം തരാം എന്ന് ദശരഥനോട് പറയുകയാണ്. അപ്പോൾ ദശരഥൻ വരം ചോദിച്ചു. മുനിഹത്യാ പാപം എന്നിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ അപ്രകാരം ഒരു വരം കൊടുത്തു. അങ്ങനെ ദേവേന്ദ്രൻ കൊടുത്ത വരത്തിൻ്റെ ഫലമായി ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്ന മുനിഹത്യാ പാപം മാറി. പക്ഷേ ശാപം അപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ദശരഥ മഹാരാജാവും കൈകേയിയും തിരികെ അയോധ്യാനഗരിയിൽ എത്തി. തൻ്റെ പ്രിയപത്നിയുടെ ഉചിതമായ പ്രവൃത്തി കൊണ്ടാണ് തനിക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് എന്ന് ഓർത്ത് ദശരഥ മഹാരാജാവിന് വലിയ സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിൻ്റെ ഭാഗമായി കൈകേയിക്ക് 2 വരങ്ങൾ നൽകാനായിട്ട് ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. എന്നിട്ട് തൻ്റെ രാജ്ഞിയോട് പറഞ്ഞു, എനിക്കിത്രമേൽ പ്രിയപ്പെട്ട എൻ്റെ പ്രിയതമേ, അങ്ങയുടെ സംയോജിതമായ പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് ശംബരാസുരനെ വധിക്കാനും ഈ ജയം നേടാനും സാധിച്ചത്. ഇല്ലെങ്കിൽ ഒരു സമയത്ത് എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അതുകൊണ്ട് പ്രിയതമേ, 2 വരങ്ങൾ ഞാൻ നിനക്ക് നൽകാനായി ആഗ്രഹിക്കുന്നു, നീ ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ദശരഥൻ പറഞ്ഞപ്പോൾ കൈകേയി തൻ്റെ കൂട്ടുകാരിയായ മന്ധരയോട് ചോദിച്ചു, എന്താണ് ഞാൻ ചോദിക്കേണ്ടത് എന്ന്. അപ്പോൾ മന്ധര പറഞ്ഞു, ഇപ്പോൾ വരം ആവശ്യമില്ല, വരം കൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുമ്പോൾ പറയാം. അങ്ങനെ കൈകേയി മഹാരാജാവിനോട് പറയുകയാണ്, മഹാരാജൻ, ഇപ്പോൾ വരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, കാര്യമുണ്ടാകുമ്പോൾ വരം ചോദിച്ചു കൊള്ളാം. അങ്ങ് എനിക്ക് തന്ന സത്യത്താൽ ബന്ധിതനാണ്, ഞാൻ ചോദിക്കുമ്പോൾ വരം നൽകണം. അപ്പോൾ മഹാരാജാവ് സന്തോഷത്തോടുകൂടി പറഞ്ഞു, തരാം, നീ എന്ത് ചോദിച്ചാലും തരാം, എൻ്റെ ജീവൻ ചോദിച്ചാൽ അതുപോലും ഞാൻ തരാം. ഇങ്ങനെ ദശരഥ മഹാരാജാവ് കൈകേയിക്ക് സത്യം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആമുഖമായി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതായത് വാൽമീകി, രത്നാകരൻ എന്ന കാട്ടാളൻ എങ്ങനെയാണ് വാൽമീകിയായത്, ആരാണ് രാമായണം രചിക്കാൻ പറഞ്ഞത്, അതുപോലെ തന്നെ വാൽമീകി രാമായണത്തിന് മുമ്പ് എഴുതിയ ശ്ലോകം എന്താണ്, ദശരഥ മഹാരാജാവിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ വിവാഹം, ഇവിടെ ശംബരാസുര വധം, അതുപോലെ തന്നെ ശാപം, അദ്ദേഹത്തിന് കിട്ടിയ ശാപം, കൈകേയി വരം മേടിക്കുന്നു. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ 1-ാം തീയതിക്ക് മുമ്പ് നോക്കിയത്. കാരണം ഇത് ആമുഖമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ നമ്മൾ ഇതിനു മുമ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ സൂര്യവംശത്തെ പറ്റിയൊക്കെ അതൊക്കെ കുറേശ്ശെ നമുക്ക് പിന്നീട് നോക്കാം. കാരണം ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നാളെ പുത്രികാമേഷ്ടി യാഗവും ശ്രീരാമ ഭഗവാന്റെ ജനനവും പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പറഞ്ഞു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് അതിന് ആമുഖമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും തന്നെ മുന്നേ ഉള്ള വീഡിയോകൾ കാണുക. അതുപോലെ തന്നെ 17-ാം തീയതി ബുധനാഴ്ച ദിവസം ഏകാദശിയാണ്, ദേവശയനി ഏകാദശി. എല്ലാവരും ഏകാദശി എടുക്കണം, നാളെ ഒരിക്കൽ ഉണ്ണണം. ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. വീഡിയോയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലെയും പരണാസമയം കൂടി ഇടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്തണം, എങ്കിലേ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ആ ലിങ്കിൽ കയറി നമ്മളിടുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ അത് ഫോളോവേഴ്സായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി പിന്നീട് ആ ഫേസ്ബുക്ക് പേജിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ കൃത്യമായി കിട്ടും. അങ്ങനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. പിന്നെ ചെയ്യാനുള്ളത്, നാളെ മുതൽ എല്ലാവരും രാമനാമം ജപിക്കുക. രാമായണം വായിക്കാൻ കഴിയുന്നവരൊക്കെ വായിക്കുക, അല്ലാത്തവർ രാമനാമം ജപിക്കുക. ഇനി നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം.
പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിരുന്ന് വായിക്കുന്നതാണ് നല്ലത്. അതല്ല, അത് ഒഴിവാക്കാൻ കഴിയത്തില്ലെങ്കിൽ വൈകുന്നേരമാണ് നമ്മൾ രാമായണം വായിക്കുന്നതെങ്കിൽ കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് വായിക്കുക. കഴിവതും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇനി പീരീഡ് സമയത്ത് രാമായണം വായിക്കേണ്ട. രാമനാമത്തിന് അശുദ്ധികളൊന്നുമില്ല. രാമ ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 എന്ന് നമുക്ക് ജപിക്കാം. അതിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. ആ 7 ദിവസം ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. കഥകൾ കേൾക്കാം ആ സമയത്തൊക്കെ. അതുപോലെ തന്നെ രാമനാമവും ജപിക്കാം. ഭക്ഷണം നമ്മളൊന്ന് തീരുമാനിക്കൂ വെജിറ്റേറിയൻ ആകാൻ വേണ്ടി. 1 മാസമെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് പറ്റുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. എന്തായാലും കുളിച്ച് ശുദ്ധമായിട്ടേ രാമായണം വായിക്കാൻ പാടുള്ളൂ. അത് നിർബന്ധമാണ്. ഹരേ കൃഷ്ണ.